മധുരമൊഴിയിലേക്ക് എല്ലാവർക്കും സ്നേഹസ്വാഗതം. ഏഞ്ചൽസ് ആർമിയുടെ കുടുംബങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സ്വർഗീയ സമ്മാനം, ഒരു സ്വർഗീയ വിരുന്ന് മധുരമൊഴി. പേര് പോലെ തന്നെ ഈ സംസാരങ്ങളും സംഭവങ്ങളും വർത്തമാനങ്ങളും എല്ലാം നിങ്ങളുടെ കുടുംബത്തെ മധുരകരമാക്കുന്നു എന്നറിയുന്നതിൽ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം. ഇന്ന് നമ്മെ സഹായിക്കേണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജോർജ് ചേട്ടനാണ്. ജോർജ് ലോറിയ ചേട്ടനെ സ്നേഹപൂർവ്വം മധുരമൊഴി എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നമ്മോടൊപ്പമുള്ള കുടുംബം തൃശ്ശൂരിൽ നിന്നുള്ള പ്രിയപ്പെട്ട ജോർജ് ലിയോൺസ് ഡോക്ടർ സാറും അതുപോലെ തന്നെ ടീച്ചറായ അനുശിച്ചിയുമാണ്. രണ്ടുപേരെയും സ്നേഹപൂർവ്വം മധുരമൊഴി എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഞാൻ തിയോളജി പഠിച്ചത് നോർത്ത് ഈസ്റ്റ് ഇന്ത്യ ഷില്ലോങ്ങിലായിരുന്നു. നല്ല തണുപ്പുള്ള സ്ഥലം, പ്രത്യേകിച്ച് പരീക്ഷാകാലം ഡിസംബർ കാലഘട്ടങ്ങളൊക്കെ വരുമ്പോൾ നല്ല തണുപ്പാണ് അവിടെ. നമുക്ക് രാവിലെ പള്ളിയിൽ പോകാൻ പോലും മടി തോന്നുന്ന വിധ തണുപ്പാണ്. നമ്മൾ കിൽറ്റിലൊക്കെ കിടന്ന് വലിച്ചു മൂടി കിടന്ന് ഉറങ്ങി രാവിലെ കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് ചൂടുവെള്ളത്തിൽ പല്ലൊക്കെ തേച്ചാണ് പള്ളിയിൽ പോകാൻ വേണ്ടി റെഡിയാവുന്നത്. അപ്പോൾ പള്ളിയിലോട്ട് പോകുമ്പോൾ തന്നെ ലോവയുടെ മേളിൽ ജാക്കറ്റൊക്കെ വലിച്ചു കയറ്റും. തിരിച്ച് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ക്ലാസ്സിൽ പോകണം. അതാണ് ഏറ്റവും വലിയ ദുരിതം. ക്ലാസ്സിൽ പോകുമ്പോൾ ജാക്കറ്റ്, തലയിൽ തൊപ്പി, ഷൂസൊക്കെ ഇട്ട് കഷ്ടപ്പെട്ട് ക്ലാസ്സിൽ പോകും. പിന്നെ അവിടെ സാധാരണ നമ്മൾ കിടന്നങ്ങ് ഉറങ്ങിയേക്കും കുറച്ച് നേരമൊക്കെ. പിന്നെ ഇടയ്ക്കൊക്കെ തലവൊക്കെ നോക്കും. വളരെ കഷ്ടപ്പെട്ടാണ് അവിടെ പഠിച്ചത്. പക്ഷേ ബാക്കി സമയം നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അപ്പോൾ അവിടെ ഈ നമ്മൾ പള്ളിയിൽ പോകാനും ക്ലാസ്സിൽ പോകാനൊക്കെ കഷ്ടപ്പെടുമ്പോൾ നമുക്ക് വെല്ലുവിളിയായിട്ട് വേറൊരാളവിടെ ഉണ്ടായിരുന്നു. ഒരു 98 വയസ്സുള്ള അച്ഛൻ ഞങ്ങളെല്ലാവരും ഞെട്ടിക്കുമായിരുന്നു. നമ്മൾ മടി പിടിച്ച് തണുപ്പ് കൊണ്ട് പള്ളിയിൽ പോകാതെയും ക്ലാസ്സിൽ പോകാതെയൊക്കെ ബുദ്ധിമുട്ടുമ്പോഴത്തേക്ക് ഈ മനുഷ്യൻ്റെ ടൈം ടേബിൾ എന്നെ എപ്പോഴും ഞെട്ടിച്ചിട്ടുണ്ട്. 98 വയസ്സുള്ള ഞാനവിടെ പഠിക്കുമ്പോൾ അച്ഛന് 98 വയസ്സുണ്ട്. അച്ഛൻ കഴിഞ്ഞ വർഷം മരിച്ചുപോയി. അപ്പോൾ ആ സമയങ്ങളിൽ അച്ഛൻ്റെ ടൈം ടേബിൾ, അച്ഛൻ രാവിലെ 3:30 ആകുമ്പോൾ എഴുന്നേക്കും. രാവിലെ 3:30 എഴുന്നേറ്റ് പ്രഭാത കൃത്യങ്ങൾ കഴിഞ്ഞിട്ട് അച്ഛനൊരു 4 മണിയാകുമ്പോൾ അച്ഛൻ്റെ ലാപ്ടോപ്പ് തുറന്നു വയ്ക്കും. ഈ 98 വയസ്സുള്ള ലാപ്ടോപ്പ് തുറന്നു വെച്ച് ടൈപ്പിംഗ് ആണ്. അതായത് അച്ഛൻ ബൈബിളിൻ്റെ കമൻട്രി എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ നിയമത്തിലെ ലേഖന ഭാഗത്തിൻ്റെ ബൈബിളിൻ്റെ കമൻട്രി. അറിയപ്പെടുന്ന ഒരു തിയോളജിയനായിരുന്നു. രാവിലെ 4 എന്നിട്ട് ടൈപ്പിംഗ് ആണ് രാവിലെ എഴുതി. എൻ്റെ അച്ഛൻ 4 മണി മുതൽ ഏകദേശം ഒരു 6 മണി വരെ ടൈപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് 6 മണിയാകുമ്പോൾ ഞങ്ങൾ കുർബാന 7 മണിക്കാണ്. അപ്പോൾ 6 മണിക്ക് ധ്യാനത്തിന് വേണ്ടി എല്ലാവരും ബ്രദേഴ്സ് എല്ലാവരും അച്ഛന്മാരെല്ലാവരും പള്ളിയിലേക്ക് വരും. അച്ഛനപ്പോൾ വടിയെ കുത്തിപ്പിടിച്ചാണ് കുഞ്ഞു ഇങ്ങനെ നടക്കുന്നത്. അപ്പോൾ ഇങ്ങനെ സ്നീ എന്നാണ് അച്ഛൻ്റെ പേര്. അച്ഛനിങ്ങനെ വടിയെ കുത്തിപ്പിടിച്ച് പള്ളി വരും. അപ്പോൾ തന്നെ അച്ഛൻ സ്ഥിരമായിട്ടിരിക്കുന്ന ഒരു കുമ്പസാര കപ്പേളയുണ്ട്, ചെറിയതാണോ, അവിടെ ക്യൂ ആയിരിക്കും. ഞങ്ങളെല്ലാവരും അച്ഛന്, കാരണം പ്രായമായതുകൊണ്ട് ചെവി കേൾക്കാൻ പറ്റാത്തതുകൊണ്ടൊന്നല്ല കേട്ടോ, അച്ഛനെടുക്ക് കുമ്പസാരത്തിന് പോകുമ്പോൾ ഭയങ്കര സന്തോഷം. കാരണം നമുക്ക് പിതാവായ ദൈവത്തിൻ്റെ ഒരു സ്നേഹം ഫീൽ ചെയ്യും. അച്ഛൻ്റെ സ്ഥിരം ഒരു വാചകം ഉണ്ടായിരുന്നു കുമ്പസാരം കഴിയുമ്പോൾ: ഗോഡ് ഹാസ് ഫോർഗിവൺ ആൻഡ് ഫോർഗോട്ടൺ ഓൾ യുവർ സിൻസ് യു സെഡ് ഇറ്റ് വിത്ത് ട്രൂ സോറോസ്. അതായത് ഈ ഒരു നോർത്ത് ഈസ്റ്റ് ഇന്ത്യക്കാരുടെ ഒരു പ്രത്യേക ആക്സെൻ്റ് ഒക്കെ ഉണ്ട്. അതുപോലെ സ്റ്റൈലായിട്ട് നമുക്കത് കേൾക്കുമ്പോൾ തന്നെ ഇങ്ങനെ സന്തോഷമായി, അപ്പം ക്ഷമിച്ചല്ലോ, അതുപോലെ ഫീലിംഗാണ് ഈ അച്ഛൻ്റെ ടൈം ടേബിൾ. ഇത് കഴിഞ്ഞ ശേഷം തീരുന്നില്ല. അതിനുശേഷം ഞങ്ങളുടെ കുർബാന തുടങ്ങുമ്പോൾ അച്ഛൻ പ്രൈവറ്റ് ചാപ്പലിൽ കുർബാന എല്ലിയിട്ട് ഞങ്ങളൊപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരും. അതിനുശേഷമാണ് അച്ഛൻ്റെ ശരിക്കുള്ള മിഷൻ തുടങ്ങുന്നത്. അച്ഛൻ അറിയപ്പെടുന്ന നോർത്ത് ഈസ്റ്റിലൊരു എക്സോസിസ്റ്റ് ആയിരുന്നു. രാവിലെ ഒരു 8:30-9 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ തിരക്കാണ് അച്ഛൻ്റെ മുറിയുടെ വാതിൽ. ചെറുതും വലുതും കുഞ്ഞുങ്ങളും പ്രായമായവരെയും വണ്ടിയിൽ ഉന്തിക്കൊണ്ടും അച്ഛൻ്റെ മുറിയുടെ എപ്പോഴും തിരക്കാം. അതായത് അച്ഛൻ്റെ ക്രിയകളൊക്കെ ഭയങ്കര വിശേഷപ്പെട്ടതാണ്. ചില ചെമ്മാച്ചന്മാർക്ക് ഉത്തരവാദിത്തമുണ്ട്. രാവിലെ തന്നെ 2-3 ബക്കറ്റ് ഹന്നാമ്പെള്ളം കൊണ്ട് നിറച്ചു വയ്ക്കും. എന്നിട്ട് വടിയെടുത്ത് അടിക്കുന്നു, കോരി ഒഴിക്കുന്നു. ഞങ്ങളിപ്പോൾ തിയോളജി ക്ലാസ്സിലൊക്കെ ഉറക്കം നോക്കിയിട്ട് പഠിക്കുമ്പോൾ അപ്പുറം അലമർവിളിയൊക്കെ കേൾക്കാം, ഇറങ്ങി പോകുന്ന ഇംഗ്ലീഷ് തകർത്ത് പറയുന്നത് കേൾക്കാം. അപ്പോൾ ഇത് ഇന്നൊരു വെല്ലുവിളിയായിരുന്നു. ഒരു സൈഡ് കനത്ത അലസതയോടെ ഇരിക്കുമ്പോൾ പിള്ളേരിക്കുമ്പോൾ അപ്പുറം 98 കഴിയുന്ന അച്ഛൻ ഇരുന്ന് മിനിസ്ട്രി ചെയ്ത് കർത്താവിൻ്റെ നാമത്തിൽ അത്യുത്സാഹത്തോടെ മിനിസ്ട്രി ചെയ്യുന്നു. ഇത് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ മധുരമയുടെ സംസാര വിഷയം. നമ്മുടെ അലസതയെ, പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലെ അലസതയെ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം. അലസത ഒരു മൂലഭാവം കൂടിയാണല്ലോ. അതുകൊണ്ട് ശരിക്കും കൃത്യമായിട്ട് അതിൻ്റെ മൂഡ് തന്നെ കട്ട് ചെയ്ത് വിട്ടില്ലെങ്കിൽ വളരെ അപകടകരമായ പാപങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. നമ്മുടെ കുടുംബം തന്നെ തുടങ്ങാം. നിങ്ങൾ പറയാം, എങ്ങനെയാണ് നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ, പ്രത്യേകിച്ച് നിങ്ങൾക്ക് രണ്ടുപേർക്കും പറയാൻ പറ്റില്ല, ഒരാൾ ഡോക്ടർ ആയതുകൊണ്ടും ഒരാൾ ടീച്ചർ ആയതുകൊണ്ടും പല മേഖലകളിൽ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുമായിരിക്കും. പറഞ്ഞോളൂ. തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ അലസത ഞങ്ങളുടെ കുടുംബത്തിൽ നമ്മൾ കുഞ്ഞുനാളിലെ ഞങ്ങളുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്നൊരു പ്രശ്നമാണ്. കുഞ്ഞുങ്ങളെ രാവിലെ പള്ളിയിൽ പോകാനായിട്ട് പറഞ്ഞയക്കുന്ന സമയത്താണ് നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് കുറച്ച് സ്നേഹപൂർവ്വം അതിൻ്റെ പ്രാധാന്യം പറഞ്ഞു കൊടുത്ത് ദിവസവും പള്ളിയിൽ പോയി തുടങ്ങുമ്പോൾ അതിൻ്റെ ഒരു പ്രാധാന്യം, എനിക്ക് അലസത ഏറ്റവും കൂടുതൽ നമ്മളെ ബാധിക്കുന്ന ഒരു സമയം ഈ രാവിലത്തെ ഒരു സമയമാണ്. പ്രത്യേകിച്ച് മഞ്ഞുകാലത്ത്. കഴിഞ്ഞ ദിവസം കൂടെ മോള് ചോദിച്ചു, അപ്പോൾ ഇന്ന് കുറച്ച് നേരം കൊണ്ട് ഉറങ്ങിക്കോട്ടെ, അപ്പോൾ നമ്മൾ പള്ളിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ മോൾ ഉറങ്ങിക്കോ. അങ്ങനെ രാവിലെ തന്നെ ഇവരെ കുർബാനയ്ക്ക് കൊണ്ടുപോകുന്നൊരു ശീലം, അങ്ങനെ അവിടെ നിന്ന് തമ്പുരാനോടുകൂടെ ആരംഭിക്കാനുള്ള
ഒരു തീരുമാനവും ഒരു പരിശ്രമവും ഞങ്ങളുടെ ഭാഗത്തുണ്ടായിരുന്നു. മൂലഭാവം തന്നെ ആയതുകൊണ്ട് ദൈവിക കാര്യങ്ങൾ തന്നെ തുടങ്ങുമ്പോഴത്തേക്ക് അതിനൊരു ബ്രേക്ക് വന്നു അല്ലേ? ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, നമ്മൾ ചെറുപ്പത്തിലെ അച്ഛൻ നേരത്തെ പറഞ്ഞു ചെറുപ്പത്തിലെ അതിന്റെ വേര് കട്ട് ചെയ്യുകയാണെങ്കിൽ എളുപ്പമുണ്ട്. ഈ കുഞ്ഞുങ്ങൾക്ക് 4ാമത്തെ മോൾക്ക്, അവൾ 2ാം ക്ലാസ്സിലാണ് ഇപ്പോൾ, അവൾക്ക് ഒരു കുറച്ച് നാൾ ഭയങ്കര മടിയായിരുന്നു. അവളൊന്ന് വലുതായി വരണ വരെ സ്ഥിരം മടിയെന്ന് വെച്ചാൽ അത്രയും മടിയാ. പക്ഷെ അവളെ നമ്മളൊന്ന് ആ ട്രാക്കിലോട്ട് വിട്ടപ്പോൾ അവള് ഭയങ്കരമായിട്ട് അതിനോട്ടൊരു പോസിറ്റീവായി. ഇന്നലെ ഉണ്ടായെന്ന് വെച്ചാൽ ഇന്നലെ രാവിലെ കുർബാനയ്ക്ക് പോകാൻ പറ്റിയില്ല. ഞാൻ സ്കൂളിൽ നിന്ന് വന്ന ഇപ്പോൾ തന്നെ അവൾ എന്നെ ഫോൺ ചെയ്ത് ചോദിച്ചു, അമ്മ ഞാൻ ഇനി ഉച്ചതിരിഞ്ഞ് ഏത് കുർബാനയ്ക്കാണ് പോകാൻ പറ്റുക, അപ്പൊ ഞാൻ ഡ്രസ്സ് മാറി നിന്നോട്ടെ എന്ന് ചോദിച്ചു. അതുപോലെ തൊട്ട് ദിവസം മുമ്പ് ഉണ്ടായത് നമ്മുടെ ദനഹാ തിരുനാളിൻ്റെ അന്ന്. അപ്പം ചെറിയ മോന് നല്ല പനിയാണ്. അപ്പോൾ പനിയായതുകൊണ്ട് എനിക്ക് രാവിലെ കുർബാനയ്ക്ക് പോകാൻ പറ്റിയില്ല. അപ്പം ഞാനിങ്ങനെ ഉച്ചതിരിഞ്ഞ് പോകാമെന്നൊക്കെ വിചാരിച്ചിങ്ങനെ എനിക്കൊരു ഇച്ചിരി മടി പിടിച്ചു. ഇത്തിരി അലസത എന്നിലേക്ക് കിടന്നു. ഞാൻ ഡ്രസ്സൊക്കെ മാറി പോകാൻ സമയത്ത് കുഞ്ഞു ഭയങ്കര കരച്ചിലാണ്. മൂത്ത മോൻ എന്നെ ഓർമ്മിച്ചു, അവൻ +2 പഠിക്കണം. അമ്മേ ഇന്ന് ദനഹാ തിരുനാളാണ്, കടമുള്ള ദിവസമാണ്, അമ്മ എങ്ങനെയെങ്കിലും പൊക്കോ, കുഞ്ഞിനെ ഞാൻ മാനേജ് ചെയ്യാം, എനിക്ക് വേറെ ആരും ഇല്ല ആ സമയത്ത്. ഏത് പ്രായത്തിലും പിടിക്കാപ്പെടാവുന്ന സാധ്യതയുള്ള രോഗമാണ് അലസത. അതുകൊണ്ട് ഈ മദർ തെരേസ കോൺഗ്രിഗേഷൻ മിഷണറീസ് ഓഫ് സിസ്റ്റേഴ്സിന്റെ ഒരു പ്രത്യേക നിയമമുണ്ട്, ഒരു അൺറിട്ടൺ ലോ ആണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചാടി എഴുന്നേക്കണം. മദർ തെരേസ എല്ലാ സിസ്റ്റേഴ്സിനും പറഞ്ഞു, രാവിലെ കട്ടിൽ എഴുന്നേൽക്കുമ്പോൾ ചാടി എഴുന്നേക്കണം. അതൊരു നമ്മുടെ ആ ദിവസത്തെ അലസതയുടെ ആ ഒരു മൂവ്മെന്റിന് ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റിയാണ്. നമുക്ക് നമ്മുടെ ജോർജേട്ടൻ ചോദിക്കാം. ജോർജേട്ട ഒത്തിരി കാര്യം പറയാൻ കാണും. ജോർജേട്ടൻ അലസനായതുകൊണ്ടല്ല, ഇതൊരു മൂലഭാവം ആയതുകൊണ്ട് പഴയ ധ്യാനഗുരുവൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ഇതിന്റെ കുറെ വശങ്ങൾ പറയാൻ വേണ്ടി കാണും. ജോർജേട്ടൻ പറഞ്ഞോളൂ. അലസത വാസ്തവല്ലാതെ ഞാൻ കുട്ടികളുടെ കാര്യത്തിൽ മല്ലടിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഞാൻ എൻ്റെ കാര്യത്തിലാണ് അലസതയിൽ ഞാൻ ഗുസ്തി പിടിച്ചുകൊണ്ടിരിക്കുന്നതും എന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ അനുഭവത്തിനകത്ത് എനിക്ക് തോന്നുന്നത് അലസതയോട് പടവെട്ടാൻ വേണ്ടിയിട്ട് 1-2 കാര്യങ്ങൾ. ഒന്നൊരു ടൈം ടേബിൾ ഉണ്ടാകുക. അപ്പോൾ ടൈം ടേബിൾ ഉണ്ടാകുകയും അതിനോട് സ്റ്റിക്ക് ഓൺ ചെയ്യണമെന്ന്, അതിനോട് നമ്മൾ ഒട്ടിച്ചേർന്ന് നിന്ന് പോകണമെന്നൊരു തീരുമാനവും ബോധ്യവും. കുഞ്ഞുങ്ങൾക്കുള്ള കൃത്യം ലെസൺ ആണല്ലേ, പ്രത്യേകിച്ച് പിള്ളേർക്ക് വീട്ടിൽ ടൈം ടേബിൾ ചെറുപ്പത്തിൽ അത് പരിശീലിപ്പിക്കണല്ലേ നമ്മൾ. അതപ്പോൾ എൻ്റെ മക്കളത് ചെയ്യാറുണ്ട്. അവർ പ്രത്യേകിച്ച് എൻ്റെ ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അവർ ഒരു ടൈം ടേബിൾ എഴുതി വെക്കും. ചിലപ്പോൾ എനിക്ക് ഫണ്ണിയായിട്ട് തോന്നും, കാരണം പലതും അത്ര പ്രായോഗികമല്ലാത്ത ടൈം ടേബിൾ പോലും ആയിരിക്കും അവർ എഴുതി വെക്കുന്നത്. പക്ഷേ ഞാൻ വാച്ച് ചെയ്തിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, അങ്ങനെ ഒരെണ്ണം എഴുതിയപ്പോൾ രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കും എന്ന് എഴുതി വെച്ചു. 4-ന് എഴുന്നേറ്റില്ലെങ്കിലും 5-ന് എഴുന്നേറ്റാലും അവരൊരു ഇതിലാണ് വരുന്നത്, കാരണം 1 മണിക്കൂർ പുറകിലായിപ്പോയി. അപ്പോൾ അത് ഓടിയെടുക്കാനുള്ള ആ ഒരു ഇതിലാണ് വരുന്നത്. കുറച്ചുകൂടെ റിയലിസ്റ്റിക് ആകുന്നത് നല്ലതാണ് തീർച്ചയായിട്ടും. പക്ഷേ ഞാൻ പറയാം, ഒരു ടൈം ടേബിൾ ഉണ്ടാകുക, പിന്നെ നമുക്കൊരു ലക്ഷ്യം ഉണ്ടാകുക. ഇപ്പം ഞാൻ ഈ അടുത്ത കാലത്തെല്ലാം ഇങ്ങനെ ഉഴപ്പിൽ നിന്ന് ഉഴപ്പിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരുന്നൊരു സന്ദർഭത്തിൽ ഞാൻ ഓർക്കുകയാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച, എന്നെ സ്പിരിച്വലി ഗൈഡ് ചെയ്യുന്ന ഒരാൾ പ്രാർത്ഥിച്ചിട്ട് പെട്ടെന്ന് ഞാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഓർമ്മിപ്പിച്ചു. ഇന്ന കാര്യങ്ങൾ ഈ ജീവിതത്തിൽ ഞാൻ ചെയ്തു തീർക്കാൻ കർത്താവ് എന്നെ ഇതുവരെ ഏൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഇനി ഏൽപ്പിക്കാൻ പോകുന്നു, പിന്നെ കിടക്കുന്നു. ഒറ്റ കാര്യം കൂടെ പറഞ്ഞു, സമയമില്ല കേട്ടോ, സമയമില്ല കേട്ടോ. അതിപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, രാവിലെ ഉണർന്ന് എഴുന്നേക്കാൻ നേരത്ത് ഈ സമയമില്ല കേട്ടോണ്ട് ചിലപ്പോൾ ഞാൻ 3 മണിക്ക് എഴുന്നേക്കാറുണ്ട്, 2 മണിക്ക് എഴുന്നേക്കാറുണ്ട്, 3 മണിക്ക് എഴുന്നേക്കാറുണ്ട്, ചിലപ്പോൾ 4 മണിക്ക് എഴുന്നേക്കാറുണ്ട്. പ്രശ്നം വെച്ചാൽ സമയമില്ല. അത് എന്നെ സംബന്ധിച്ചുള്ള ഒത്തിരി അർത്ഥതലമുണ്ട്. പറയുന്നുണ്ട്, ഇപ്പോൾ തിന്മയുടെ ദിനങ്ങളാണ്, നിങ്ങളുടെ സമയം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവിൻ എന്ന് പറഞ്ഞപ്പോൾ ഓർക്കാം. അലസത വരുമ്പോൾ ഞാൻ എൻ്റെ സമയമല്ല നഷ്ടപ്പെടുത്തുന്നത്, കർത്താവ് എനിക്ക് അലോട്ട് ചെയ്തൊരു സമയമുണ്ട്. ഈ ഭൂമിയിൽ കുറെ കാര്യം ചെയ്തിട്ട് പോകാനുണ്ട്. കാതറിൻ ഓഫ് സിയൻ ഒരു കാലഘട്ടത്തെ മാറ്റിമറിച്ച് വിശുദ്ധ. ആ സമയത്ത് പോപ്പുമാരെ പോലും ക്വസ്റ്റ്യൻ ചെയ്ത സ്ത്രീയായിരുന്നു അത്. പോപ്പിനോട് പോപ്പ് ചെയ്യുന്നത് തെറ്റാണെന്ന് പറയാൻ മാത്രം ചങ്കുറപ്പുള്ള ഒരു വിശുദ്ധയായ സ്ത്രീയായിരുന്നു കാതറിൻ ഓഫ് സിയന. കാതറിൻ ഓഫ് സിയന രാത്രി 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഉറങ്ങുള്ളൂ. ചോദിക്കുക പറയാം, ഉറങ്ങാൻ സമയമില്ല, എങ്ങനെ ഉറങ്ങാൻ പറ്റുന്ന ചോദിക്കുന്നത്. ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടെന്ന്. ജോർജോട്ടൻ തുറന്നോളൂ. അല്ല, അത് വരുന്നതെന്ന് വെച്ചപ്പോൾ എൻ്റെ ഈ പ്രായമുള്ള ആളെന്നും കൂടെ നിലയിലൂടെ നിങ്ങൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേനും എനിക്ക് തോന്നുന്നു, ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ ഈ കണ്ണാടിയിലൂടെ അല്ലാതെ ദൈവത്തെ മുഖാമുഖം കാണും. ഓക്കെ, പാപങ്ങൾ ഞാൻ പറയും, ഈശോ മിശിഹ കുരിശിൽ എനിക്ക് വേണ്ടി സഹിച്ചു, അതുകൊണ്ട് എന്നെ അതിനകത്തു നിന്ന് ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റിയല്ല എന്ന് ഞാൻ അവകാശപ്പെടാം എന്നൊരു തൻ്റെ ഇടത്തിലാണ് എൻ്റെ ജീവിതം. പക്ഷേ പിതാവ് എൻ്റെ നേരെ നോക്കിയിട്ട്, അപ്പോൾ നമ്മളാ പറഞ്ഞ അന്നത്തെ ആ കാര്യമോ അതെവിടം വരെയായി, പിതാവ് ചോദിക്കുമോ എന്നല്ല. ഇപ്പോൾ ഞാൻ എൻ്റെ മക്കളെ ഒരു ഇതും കൊടുത്ത് ഈ ഒരു പാഠം പഠിച്ചു വെച്ചേക്കണം എന്ന് പറഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ, തിരിച്ച് ഞാൻ വരുമ്പോൾ
ഞാൻ ചോദിക്കുമോ ഇല്ലയോ അതവിടെ നിൽക്കട്ടെ, പക്ഷെ പിള്ളേരുടെ മനസ്സിലെന്തായിരിക്കും, അത് പഠിച്ചിട്ടില്ല, ഇപ്പം വരും, ഇപ്പം പപ്പ വരും, അല്ല ഇപ്പം ഡാഡി വരും. ഞാൻ ഓർക്കുകയാണ് ആ ദൈവത്തിൻ്റെ മുമ്പിലേക്ക് ഞാൻ എങ്ങനെ കടന്നു ചെല്ലും. അന്തിമ ദിവസത്തിൽ ഏറ്റവും കൂടുതൽ റെസ്റ്റ്ലെസ് ആകാൻ പോകുന്ന ഒരു കാര്യം ഒരു മേഖലയായിരിക്കും. പാപങ്ങൾ ഓക്കെ, അതിന് പരിഹാരം ഉണ്ടായി, അല്ലെങ്കിൽ ഞാനത് കുമ്പസാരിച്ചു യേശു ക്രിസ്തു. അതുകൂടി കൊണ്ടായിരിക്കും ഇതൊരു മൂലഭാവം എന്ന് പറയുന്നത്. ബാക്കി ഒത്തിരി കാര്യങ്ങളിലേക്ക് നമ്മളെ വലിയ ഗുരുവാണ്. ഇതിന്റെ റിസൾട്ട് ഞാൻ ഓർക്കുന്നത് ഏതാണേലും അങ്ങേരുടെ മുഖത്ത് നോക്കാൻ പറ്റത്തില്ല. പിന്നെ എന്നാ ചെയ്യാൻ പറ്റുന്നത്? ഓടുക. എങ്ങോട്ടാ ഓടുക? അത് ചെന്ന് പറ്റുന്ന സ്ഥലത്തിന്റെ പേരാണ് നരകം. വേറൊന്നല്ല, ദൈവത്തിൽ നിന്ന് അകലേക്ക് ഓടുന്ന. ഈ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ എൻ്റെ അപ്പച്ചൻ എന്നെ ഒത്തിരി മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അലസരാകുമ്പോൾ നമുക്ക് ഉറങ്ങാനും മടി പിടിക്കാനും നമുക്ക് ജീവിതത്തിൽ ടൈം ടേബിളിൽ കാര്യങ്ങൾ ചെയ്യാനൊക്കെ സാധിക്കാതെ വന്നപ്പോൾ ഞാൻ ഓർക്കാം 83 വയസ്സിലാണ് എൻ്റെ അപ്പച്ചൻ മരിക്കുന്നത്. അപ്പോൾ അപ്പച്ചൻ മരിക്കുന്നതിന് ഏതാനും ആൾ എഞ്ചിനീയർ ആയിരുന്നു. ഞാൻ ഓർക്കുന്നു രാവിലെ പള്ളിയിൽ നിന്ന് പോയി വന്നു കഴിഞ്ഞാൽ റിട്ടയർ ചെയ്തിട്ട് 23 വർഷം ആൾ ജീവിച്ചു. ഈ സമയത്തൊക്കെ ജോലി കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് വന്നാൽ ആളുടെ ടേബിളിൽ ഇരുന്ന് ആളുടെ പ്ലാൻ വരയ്ക്കലും എസ്റ്റിമേറ്റ് ചെയ്യലും ഞങ്ങൾ അത്ഭുതത്തോടെ ഞങ്ങൾ നോക്കിയിട്ടുണ്ട്. ആൾക്ക് റെസ്റ്റ് എടുക്കാവുന്ന, ആൾക്ക് ശരിക്കും പറഞ്ഞാൽ റിലാക്സ് ചെയ്യാവുന്ന ഒരു സമയമാണ്, പെൻഷൻ കിട്ടുന്നുണ്ട്. പക്ഷെ മരിക്കുന്നതിന് ഏതാനും നാളുകൾ മുമ്പ് വരെ ആളൊരു വീട് പണി പൂർത്തിയാക്കി. എൻ്റെ പള്ളിയിൽ എല്ലാ ദിവസവും പള്ളി വരുന്നൊരു അമ്മച്ചിയുണ്ട്. അമ്മച്ചി കഴിഞ്ഞ ദിവസം ബർത്ത്ഡേ ആയിരുന്നു. യുനോ ഫാദർ വാട്ട്സ് മൈ ഏജ്? ഭയങ്കര സ്റ്റൈലായിട്ടൊക്കെ അമ്മച്ചി ചോദിച്ചു. എനിക്ക് 84 വയസ്സായി. പഴയ ഡോക്ടറാണ്. ഇതൊരു ഡോക്ടർ, റിട്ടയർ. ട്രിപ്ലെറ്റ്സ് ഒക്കെ ഉണ്ട്, 3 മക്കളൊക്കെ ഒരുമിച്ച് ജന്മം കൊടുത്ത ഭയങ്കര വിശുദ്ധേരാൻ അമ്മച്ചി. 8 മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അമ്മച്ചി എല്ലാ ദിവസവും പള്ളി വന്നിട്ട്, ഇപ്പോൾ ഞാൻ പള്ളി പുറകെ ഇരിപ്പുണ്ടായിരിക്കും സ്ഥിരം രാവിലെ. അപ്പോൾ എൻ്റെ പുറത്ത് വന്ന് ഇങ്ങനത്തെ തട്ടി ഇങ്ങനെ ചൊറിയുന്ന പാറ്റ് ചെയ്തിട്ടൊക്കെ പോകും, പട്ടി ചിരിച്ചിട്ടങ്ങ് പോകും എല്ലാ ദിവസവും. ഈ മുഖം കണ്ടില്ല നമുക്ക് സങ്കടം. ഇപ്പോഴും പള്ളിയിൽ എന്തോരം ശുശ്രൂഷ ചെയ്യുന്നറിയാമോ? അവരാണ് മദർ പട്ടണം എന്ന് പറഞ്ഞ വലിയൊരു ഗ്രൂപ്പുണ്ട്. ഈ പള്ളി ക്ലീൻ ചെയ്യുന്ന, പള്ളിയിൽ പിരിവൊക്കെ എടുക്കുന്ന വലിയൊരു ഗ്രൂപ്പുണ്ട്. ഇവരെല്ലാവരെയും ഈ 84 വയസ്സ് ഇവരെ കൺട്രോൾ ചെയ്യുന്നത്. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് മിനിസ്റ്റർ അവരോടാണ്, എനിക്ക് വീട്ടിലിരിക്കാൻ പറ്റത്തില്ല, ഞാൻ ലേസി ആയി പോകും. എവിടെ 84 വയസ്സായി പറഞ്ഞാൽ ലേസി ആയി പോകുന്നത്. സാർ ഈ പലപ്പോഴും ഈ അലസത ഒരു വചനമുണ്ട്, അലസത തിന്മകൾ വളർത്തുന്നു. ഞാൻ ഈ ബൈബിൾ ഗ്രാമത്തിൽ പോയപ്പോൾ കുട്ടികളെ പഠിപ്പിച്ചൊരു വചനമാണത്. മോള് വന്ന് വീട്ടിലത് പറയുമ്പോൾ അത് നമുക്ക് ആ വചനം നമ്മളെ അപ്പോൾ അലസത തിന്മകൾ വളർത്തുന്നു. പലപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ പോലും ഇങ്ങനെ ഒരുപാട് അലസരായിരിക്കാനുള്ള സാധ്യതകൾ ഒരുപാടുണ്ടല്ലോ. നമ്മളൊരു നിരന്തരമായ പരിശ്രമത്തിലാണ് അല്ലേ, അതിനെ ഓവർകം ചെയ്യാനായിട്ടുള്ള ഒരു പരിശ്രമം. അല്ലെങ്കിൽ പ്രശ്നം അലസത തിന്മകളൊന്നും കൃത്യമാണ്. നമ്മൾ ബൈബിൾ വായിക്കുന്നില്ലേ ദാവീദിന്റെ ജീവിതം. ദാവീദ് മഹാപാപങ്ങൾ ചെയ്യുന്ന അവസാനം എണ്ണുന്നുണ്ട്, കൊലപാതകം, വ്യഭിചാരം. പക്ഷേ ദാവീദ് ആദ്യം ചെയ്ത കൊലപാതകം വ്യഭിചാരം ഒന്നുമല്ല, ആദ്യം ചെയ്ത ഇതായിരുന്നു, അലസതയായിരുന്നു. എല്ലാ രാജാക്കന്മാരും യുദ്ധത്തിന് പോയപ്പോൾ അവൻ ആ വസന്തത്തിൽ അവിടെ വീട്ടിൽ കിടന്നുറങ്ങുകയും, എപ്പോഴാണ് കിടന്നുറങ്ങി, വൈകുന്നേരം വരെ കിടന്നുറങ്ങുകയും, എന്നിട്ട് അവിടെ കൂടെ ഉലാത്തിയ സമയത്താണ് ആ സ്ത്രീയെ കാണുകയും ഓരോ പാപത്തിലേക്ക് വീണ് പോകുന്നത്. അലസതയിൽ നിന്നായിരുന്നു ചോട് പിടിച്ചു തുടങ്ങിയത്. ഞാനിങ്ങനെ ജോർജിനെ പറഞ്ഞപ്പോൾ ഓർക്കായിരുന്നേ, നമുക്ക് 5 മക്കളുണ്ടായാലും എല്ലാവരും പലരും പല ടൈപ്പാണ്. പക്ഷേ ഈ രണ്ടാമത്തെ മോള് വളരെ കുഞ്ഞുനാള് നമ്മൾ പരമാവധി അവരെ പരിശീലിപ്പിക്കാൻ പരിശ്രമിക്കുന്നുണ്ട്. അപ്പൊ അവള് വളരെ ചിട്ടയാണ് കാര്യങ്ങൾക്കൊക്കെ. അപ്പൊ അവളെ സംബന്ധിച്ചിട്ട് അവൾക്ക് ആ ഒരു ചിട്ടയോടെ വന്ന ഒരു ക്രമം അവളത് ജീവിതത്തിൽ ഫോളോ ചെയ്യാൻ എപ്പോഴും പരിശ്രമിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവർക്കും കൂടി അതൊരു മാതൃകയാണ്, മറ്റു കുഞ്ഞുങ്ങൾക്കും കൂടി. ആ സമയം വേസ്റ്റ് ചെയ്യാൻ ഇല്ലാത്ത പോലെ അവൾ അതിനെ മാനേജ് ചെയ്യാനും കുറേ കാര്യങ്ങൾ ചെയ്യാനും ക്രിയേറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനും. ഞാൻ വിചാരിക്കുന്ന ഒരു വേറെ സ്പേസ്, വളരെ പ്രാക്ടിക്കലായ സ്പേസിൽ അനുസരിച്ച് ചിന്തിക്കാൻ വിചാരിക്കുന്നു. അതായത് പ്രത്യേകിച്ച് നമ്മുടെ മക്കളുടെ വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മക്കളുടെ വിഷയത്തിൽ കുഞ്ഞുങ്ങൾക്ക് സാധാരണ അലസത ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു 3-4 മേഖല. ഒന്ന് കാര്യമായിട്ട് പ്രാർത്ഥനയുടെ മേഖല. ഒരു പ്രായമൊക്കെ പിന്നെ കനത്ത അലസതയാണല്ലോ, ഒരു മുഴുവൻ കൊന്തല്ലോ പള്ളിയിൽ പോകാനോ അല്ലെങ്കിൽ മുട്ടുകുത്തിന്ന് ഒരു ജപം ചെല്ലാനൊക്കെ പറയുമ്പോൾ ഭയങ്കര അലസതയാണ്. രണ്ടാമത്തെ കാര്യമായിട്ട് പഠനത്തിൻ്റെ മേഖല. മൂന്നാമത്തെ കാര്യം എല്ലാത്തിനും അലസത ചില മനുഷ്യരുണ്ടല്ലോ, ഇതൊന്നും ഇവരെ ബാധിക്കുന്ന പോലും അല്ലാന്ന രീതിയിൽ. അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് ചർച്ച ചെയ്യാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ പ്രാർത്ഥനയുടെ മേഖല, നമ്മൾ അതിന് ആദ്യം പറയണമല്ലോ, പ്രാർത്ഥനയുടെ മേഖല അലസത കുഞ്ഞുങ്ങളെയൊക്കെ സ്വാധീനിക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഓവർകം ചെയ്യാൻ ശ്രമിക്കുന്നത്? എനിക്ക് തോന്നുന്നു പ്രാർത്ഥനയിൽ ഞാൻ കണ്ടുപിടിച്ച പ്രാർത്ഥനയെ വളരെ സീരിയസ് ആയി എടുക്കണം. ദൈവവുമായിട്ടുള്ള നമ്മൾ വീട്ടിൽ ചെയ്യുന്ന ഒരു ബലിക്ക് തുല്യമുള്ള ഒരു കാര്യമാണ് വിശുദ്ധ പ്രാർത്ഥന എന്നുള്ള ഒരു പ്രാധാന്യബോധം ഞങ്ങൾ അവർക്ക് കൊടുക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒട്ടും അലസരാവാൻ പാടില്ല, നമ്മൾ സീരിയസ് ആയിട്ട് ഇതിൽ പങ്കെടുക്കണമെന്ന് ഞാൻ കൂടെ അവരെ ഓർമ്മിപ്പിക്കും. അതുകൊണ്ട് തന്നെ പരമാവധി ഞാൻ പ്രാർത്ഥനയ്ക്ക് ഉണ്ടാകാൻ ഞാൻ ശ്രമിക്കും. അത് തന്നെ അലസത മാറാനുള്ള പ്രധാനപ്പെട്ട നമ്മൾ തന്നെ ലീഡ് ചെയ്യുക, നമ്മൾ തന്നെ മുട്ടുകുത്തി നിൽക്കുമ്പോൾ അവർക്ക് ഓപ്ഷൻ ഇല്ല. അപ്പൊ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് നമ്മൾ പങ്കെടുക്കുക. ഞാൻ കണ്ടു വളർന്നിട്ടുള്ളത് എൻ്റെ അപ്പച്ചൻ വയസ്സാവുന്നത് ഏതാനും നാളുകൾ വളരെ അവശ നിലയിലാവുന്ന വരെയും അപ്പച്ചൻ മുട്ടുമ്പോൾ നിന്ന് പ്രാർത്ഥിക്കുന്നതാണ് ഞാൻ കണ്ടിട്ടുള്ളത്.
അപ്പോൾ പ്രാർത്ഥനയെ സീരിയസ് ആയിട്ട് കണ്ട് അതിലൊട്ടും കോംപ്രമൈസ് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടില്ല. അത് തന്നെ ഞാൻ എൻ്റെ മക്കൾക്കും അത് തന്നെ പരിശീലിപ്പിക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. വീട്ടില് ഭയങ്കര രസമാണ്. ഏതെങ്കിലും ഒരു ദിവസം ഇപ്പൊ പുറത്തൊക്കെ പോയി ചിലപ്പോ എങ്ങാനും ലേറ്റ് ആയി വന്നു കഴിഞ്ഞാല് ഈ അപ്പന്റെ റോള്, അപ്പൊ അപ്പൻ കൊടുത്ത പരിശീലനം മൂത്ത മകൻ കൃത്യമായിട്ട് മറ്റുള്ളവരിലേക്ക് ഫോളോ ചെയ്യും. അപ്പൊ നമുക്ക് വലിയ റോളൊന്നുമില്ല, നമ്മളവിടെ ഇങ്ങനെ നിന്നാ മതി. അപ്പൊ ചേട്ടൻ പറയും ഏറ്റവും നാലാമത്തോളാണ് ഇങ്ങനെയല്ല നിൽക്കേണ്ടത്, കറക്റ്റ് ആയിട്ട് കൈവിപ്പ. ഞാൻ അപ്പനില്ലാത്ത ദിവസങ്ങളിൽ അപ്പൊ ചെറുപ്പത്തില് നമ്മളത് കൊടുത്തു കഴിഞ്ഞാല് അവരത് അടുത്തവരിലേക്ക് അത് പകർന്നു കൊടുക്കും എന്നുള്ളൊരു കാര്യം. പ്രാർത്ഥനയിലും കുർബാനയിലും ഒക്കെ നമ്മൾ വളരെ ഏകാഗ്രതയോടെ ആ ഒരു നമുക്ക് അലസത ഉപേക്ഷിച്ച് നിൽക്കാനുള്ള ഒരു പരിശീലനം നമ്മൾ നമ്മുടെ മാതൃക വഴിയായിട്ടും ഇതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് അവർ ഓർമ്മിപ്പിച്ചും ഞങ്ങൾ അത് ചെയ്യാറുണ്ട്. ടീച്ചറിനോട് ചോദിക്കാം അടുത്ത് നമുക്ക്. എന്തായാലും ടീച്ചർ എങ്ങനെ ഈ നിങ്ങളുടെ പഠനത്തിന്റെ മേഖല അലസതയുണ്ടല്ലോ, ഓൾമോസ്റ്റ് എല്ലാ പേരൻസും വളരെ കാര്യമായി സഹിക്കുന്ന ഒരു മേഖല കൂടിയാണല്ലോ അത്. അപ്പോൾ ഈ പഠനത്തിന്റെ മേഖലയുടെ അലസതയൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടി ടീച്ചർ എന്തെങ്കിലും കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുകയോ അല്ലെങ്കിൽ ടിപ്സ് ആയിട്ട് പറയാൻ പറ്റുമോ? അല്ല, എനിക്ക് തോന്നുന്നു കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോഴേ സ്വന്തം കുഞ്ഞുങ്ങൾ മാത്രമല്ല ടീച്ചറിന് ടൈറ്റിൽ ചെയ്ത് ഞാൻ ഓർക്കുന്നു ചിലപ്പോഴൊക്കെ നമ്മൾ പലതരം മാർഗങ്ങൾ ഉപയോഗിക്കേണ്ടി വരാറുണ്ട്. ഇപ്പോഴത്തെ പൊതുവെ ന്യൂജൻ എന്ന് പറയുന്നവരുടെ ഒരു ടെൻഡൻസി പോലും, ഞാനൊരു കണക്ക് ടീച്ചറാണ്, അപ്പോൾ നമുക്കറിയാം പണ്ട് എളുപ്പവഴിയിൽ ക്രിയേറ്റ് ചെയ്യുക എന്നൊക്കെ നമ്മളെല്ലാവരും പരിശീലിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇന്ന് കുട്ടികളുടെ ഒരു ടെൻഡൻസി എങ്ങനെ എളുപ്പത്തിൽ മാർക്ക് നേടാം, എങ്ങനെ കുറുക്ക് വഴിയിൽ കൂടെ. അപ്പൊ അതൊരു അധ്വാനിക്കാനുള്ളൊരു മനസ്സ് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ജനറേഷന് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊന്ന് ബുദ്ധിമുട്ടി അല്ലെങ്കിൽ കഷ്ടപ്പെട്ട് ത്യാഗം സഹിച്ചൊക്കെ പഠിച്ചു നേടുക. ഞാനിങ്ങനെ ആലോചിക്കുക, എൻ്റെ ഒരു സ്റ്റുഡൻറ്റ് വളരെ പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ്. വീട്ടിൽ അപ്പച്ചന് ഓട്ടോറിക്ഷ ഡ്രൈവറാണ്, വീട്ടിൽ സാമ്പത്തികമായി ഒക്കെ ഞെരുങ്ങുന്ന കുട്ടിയാണ്. പക്ഷേ ഈ കുട്ടി അതിരാവിലെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് വരികയും അവളുടെ റെഗുലറായ ഒരു അധ്വാനം, അവളൊരു അത്ര ബ്രൈറ്റായ വേറെ കുട്ടികൾ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ അവരെയൊക്കെ ഓവർകം ചെയ്യുന്നുണ്ട്. ഇവള് ഡെയിലി കൃത്യമായ അധ്വാനം, നമുക്കത് കാണാം ശരിക്കും. അവൾക്ക് അപ്പം ദൈവം പോലും അവളെ അവിടെ സഹായിക്കുന്ന പോലെ. ഒരു MBBS അഡ്മിഷൻ വരേണ്ട സമയത്ത് ഒരു കഷ്ടപ്പാടില്ലാതെ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് എന്ത് സഹായം കൊടുക്കാൻ പറ്റും, ഒന്നുമില്ലാതെ പലരും അവളെ സഹായിച്ചു. അവളൊന്ന് PG കഴിഞ്ഞു. അപ്പോൾ നമുക്കത് ഞാനത് എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞൊരു കാര്യമാണ്. കാരണം ആ കുട്ടിയുടെ അത്രയും ബ്രൈറ്റ് അല്ല, പക്ഷെ സ്ഥിരമായ ഉത്സാഹം, അല്ലെങ്കിൽ സ്ഥിരോത്സാഹം എന്ന് തന്നെ പറയാം. വീട്ടിലെ ജോലികൾ ചെയ്യണം, ബാക്കി എല്ലാവരുടെയും കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് ഇവളുടെ സമയം അവൾ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തിയതിന് ദൈവം കൊടുത്തൊരു ഫലം. എൻ്റെ പേരക്കുട്ടി 3 വയസ്സൊക്കെ ഉള്ളൂ. അപ്പോൾ അവള് ഒറ്റയ്ക്കാണ്, അതായത് ഭാര്യയും ഭർത്താവും കുഞ്ഞും മാത്രമായിട്ട് ബാംഗ്ലൂർ താമസിക്കുക. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ സ്കൂളിൽ പോകുന്ന സമയം വരെയും സ്കൂളിൽ നിന്ന് ഉച്ചയാകുമ്പോൾ സ്കൂളിൽ നിന്ന് വരും. അതുകൊണ്ടും ഇവളെ മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. കാരണം ഇവക്ക് ഇഷ്ടംപോലെ സമയമുണ്ട്, ആ അമ്മയ്ക്ക് സമയമില്ല. ഇതാണ് ഇഷ്യൂ. അവൾ കണ്ടുപിടിച്ച അതിനുള്ള മാർഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊച്ചിന് പണി കൊടുക്കുക. അവർക്ക് താല്പര്യമുണ്ട്, എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കാൻ താല്പര്യമുണ്ട്. അമ്മ അടുക്കള എന്തെല്ലാം ഞാനും അതുപോലെയൊക്കെ ചെയ്യട്ടെ. അതൊന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക്. പക്ഷെ എന്താ ചെയ്യാം, നിനക്ക് ഉള്ളി പൊളിക്കാം, ഓക്കെ. പക്ഷെ പറയും കണ്ണ് നിറയും. അതിന് ഞാൻ കരയാതെ ഉള്ളി പൊളിക്കാം, ഒക്കെ പൊളിച്ചു. ഒരു ഉള്ളി പൊളിച്ച് കഴിയുമ്പം കരയുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായി അല്ലേ. പിന്നെ അത് അവൾ സ്പെഷ്യലൈസ് ചെയ്യാണ്. അപ്പോൾ കരയാതെ ഉള്ളി പൊളിക്കാൻ അവൾക്കറിയാം. എന്തുകൊണ്ടാണ് ഉള്ളി പൊളിക്കുമ്പോൾ കരയുന്നത് നമുക്കറിയാം. ഞാൻ പറഞ്ഞു തന്നത് അവൾ ഉള്ളി പൊളിച്ചത്ര ഔട്ട്പുട്ട് ഉണ്ടായി എന്നുള്ളതിനേക്കാൾ ഔട്ട്പുട്ട് ഉണ്ടാകുന്നുണ്ട്, അത് നിസ്സാരമല്ല. പക്ഷെ അതിനേക്കാൾ കൂടുതൽ അവൾ എൻഗേജ്ഡ് ആയത് കാരണം അവളുടെ ഒന്നും കുസൃതികളില്ല, അല്ലെ അവൾ മറ്റെന്തെങ്കിലും ചെയ്യാതിരിക്കുക. ഇന്ന് വീട്ടിലെ പിള്ളേർക്ക് ഈ പറഞ്ഞ പോലെ സമയം പോകാതിരിക്കുമ്പോഴാണ് അവർ TV കാണുന്നതും ഈ മൊബൈലിലേക്ക്. അപ്പൊ എനിക്ക് വീട്ടിലെ ജോലികളിൽ തന്നെ അവരെ എൻഗേജ്ഡ് ആക്കുന്ന ഒരു ശീലം. ഈ സീറ്റിലിരുന്ന് ടിൻഡു ചേച്ചി സോണിച്ചോണ്ട് ഷെയർ ചെയ്ത് അവരുടെ ഇളയ കുഞ്ഞിനെ, അവനിപ്പോൾ 1-2 ആയുള്ളൂ തോന്നുന്നു, അവർ വലിയ ചപ്പാത്തി വരുത്താനുള്ള മുഴുവൻ പൊടിയൊക്കെ വെച്ച് കൊടുക്കും. അവനിടിച്ച് പൊടിച്ച് സാധനമൊക്കെ റെഡിയാക്കി ഉണ്ടേരിട്ടി ആസ്ട്രേലിയൻ അന്റാർട്ടിക്ക പോലെയൊക്കെ ഇരിക്കുമായിരിക്കും. കഴിക്കുമ്പോൾ ഏതായാലും കുഴപ്പമൊന്നുമില്ല, വലിയ പോയ പോരെ. ജോർജേട്ടൻ പറഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചോട്ടെ, ഈ മക്കളെ അവർക്ക് എന്തെങ്കിലും എൻഗേജ് ചെയ്യുമ്പോൾ വീട്ടിലെ ഏതെങ്കിലും ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഒരുപാട് ജോലികൾ വരുമല്ലോ. അപ്പോൾ നല്ല രസമാണ്, നമ്മളിങ്ങനെ ഗസ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാൽ മതി. അടുക്കളയിലത്തെ കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്യേണ്ടതുള്ളൂ. എല്ലാം ഡൈനിങ് ടേബിളിലേക്ക് ഒതുക്കുന്നതും പിടിക്കുന്നതും അവർക്കൊരു എന്താ പറയുക, ഒരു ഉത്സാഹം. അല്ല, മത്സരിച്ചാണ് ചെയ്യണേ. ഞാനിത് ചെയ്യുന്നതാണ് അത്രയും സന്തോഷത്തോടെ ആ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കുഞ്ഞുങ്ങളെ എൻഗേജ് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് ഈ അലസത ഒഴിവാക്കാൻ, പാപം ഒഴിവാക്കാൻ. ഞാനിങ്ങനെ പഠിക്കാനായിട്ട് പുറത്തു പോയപ്പോഴത്തേക്ക് എന്നോട് വളരെ സ്നേഹമുള്ളൊരു വലിയ ചോദിച്ചോടാ തിരക്കൊക്കെ ഉണ്ടാ, എങ്ങനെയാണ് ജീവിതം? ഞാൻ പറഞ്ഞു അച്ഛാ സമയമില്ല അച്ഛാ,
ക്ലാസ്സിൽ പോകണം, പിന്നെ പള്ളി വരണം, പിന്നെ ഇടവകല കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇച്ചിരി ടൈറ്റൊക്കെയാണ്. നല്ലതല്ലേ, പാപം ചെയ്യാൻ സമയമില്ലല്ലോ. കുറെ പണിയൊക്കെ ഉള്ളപ്പോൾ പാചകം അതെല്ലാം കഴിഞ്ഞ് ഉറങ്ങാൻ പോകേണ്ടത്, നിനക്ക് വേഗം ഉറങ്ങാൻ തന്നെ ഉറങ്ങി പോകുമല്ലോ. ചിലപ്പോഴെങ്കിലും നമ്മളോടും ചോദിക്കാറുണ്ട്, നിങ്ങളിങ്ങനെ ഓട്ടത്തിനിടയിൽ ഇപ്പോൾ നമ്മൾ എക്സ്ട്രാ ക്ലാസ്സുകൾക്ക് പോകുന്നു, ഇങ്ങനെ ഓടാൻ പറ്റുന്നത് പലപ്പോഴും. പക്ഷെ ഒരു കണക്കിന് ഒരു വലിയ അനുഗ്രഹമാണ്, നമുക്ക് റെസ്റ്റ് എടുക്കാൻ സമയമില്ല. അലസന്റെ ഹൃദയമാണ് സാത്താന്റെ പഠിപ്പുര. അപ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ എൻഗേജ്ഡ് ആകുക ദൈവരാജ്യത്തിന് വേണ്ടിയും നമ്മുടെ പ്രൊഫഷനിലും എല്ലാം നമ്മൾ കൂടുതൽ അത് ആ സമയം പൂർണ്ണമായിട്ട് പ്രയോജനപ്പെടുത്തേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു ആവശ്യമായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നെ ഈ പഠിത്തത്തിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ ഇപ്പം ഞാൻ പെട്ടെന്ന് നോക്കുക, ടീച്ചറിനോട് ചോദിച്ചോ ആണെങ്കിലും പിള്ളേരെ കുറച്ചുകൂടി ആ പഠിത്തത്തിൻ്റെ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവരണം. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ഒരു മോളുടെ കാര്യം, അവൾ പട്ടിക പഠിക്കുകയാണെന്ന്, പട്ടിക പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സുഖമില്ല. അതൊരു പട്ടികയുടെ ഇംഗ്ലീഷൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് മനസ്സിലാവും. ടേബിൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അങ്ങനെയൊക്കെയുള്ള ടേബിൾ പഠിക്കുക എന്ന് പറയുമ്പോഴത്തേനും ബുദ്ധിമുട്ടാണ് സ്വാഭാവികമായിട്ടും. അപ്പോൾ അതിന് ബുദ്ധിയുള്ള കുട്ടിയാണ് അവളതിന്. കാരണം കാൽക്കുലേറ്റർ ഉണ്ടല്ലോ, പിന്നെന്തിനാ നമ്മളിത് പഠി. അപ്പോൾ ഞാൻ വളരെ ക്ഷമയോടെ ഇരുന്ന് അവളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചു. എത്രത്തോളം വിജയിച്ചു എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അവൾ പട്ടിക ടേബിൾ കുറേ പഠിച്ചു, അത് നേരെ. അന്ന് ഞാൻ പറഞ്ഞു കൊടുത്ത കാര്യം ഇതാ, ഏത് കാൽക്കുലേറ്റർ ഉണ്ടെങ്കിലും അതിനേക്കാളൊക്കെ എഫിഷ്യൻ്റ് ആകുന്നത് നമ്മുടെ മനസ്സാണ്. തന്നെയല്ല, ചില സന്ദർഭങ്ങളിൽ കാൽക്കുലേറ്ററൊക്കെ ഹെൽപ്ലെസ് ആയി പോകുന്ന ചില നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. ഞാനിപ്പോൾ നമ്മളിപ്പം കഞ്ഞി കുടിക്കുന്നത് തന്നെ എൻ്റെ ഈ കണക്ക് കൂട്ടാനുള്ള കഴിവ് കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു. കുറച്ചൊക്കെ അവൾ പഠിച്ചു. പക്ഷേ അവൾക്ക് ബാങ്കിലാണ് ജോലി കിട്ടിയത്. അടുത്ത ഇടയ്ക്ക് അവൾ വീട്ടിൽ നിന്ന് പറഞ്ഞു, അന്ന് അത് ചെയ്തത് നന്നായി. കാൽക്കുലേറ്റർ ഇരിപ്പുണ്ട്, കാൽക്കുലേറ്റർ അല്ല കമ്പ്യൂട്ടർ ഇരിപ്പുണ്ട് മുമ്പിൽ, കമ്പ്യൂട്ടർ കാര്യമൊക്കെ. പക്ഷേ നമ്മുടെ മനസ്സിൽ സംഭവം നടന്നില്ലെങ്കിൽ കാശി ഇരിക്കുമ്പോൾ കാശ് വല്ലവരുടെയും കൈ പോകും. ഇതാണ് ഇതിനകത്തെ കാര്യം. ഇപ്പം ഞാൻ ഒരു അവർക്കൊരു കൃത്യമായിട്ട് അതിൻ്റെ എന്തുകൊണ്ട് ചുമ്മാ നീ പഠിക്കണം എന്ന് പറയാം. സാധാരണ വിളിച്ചിട്ട് വലുതായിട്ടൊക്കെ തന്നെയാണ് അലസയെ പറ്റി ചിന്തിച്ചു തുടങ്ങുന്നത്. പിള്ളേർ എസ്പെഷ്യലി ഒരു 6ാം ക്ലാസ് 7ാം ക്ലാസ് കഴിയുമ്പോഴാണ് പിള്ളേർ അലസരാന്നൊക്കെ നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത്. ഇത് ശരിക്കും ഏറ്റവും കുഞ്ഞിലെ തന്നെ കൃത്യമായിട്ട് അവരെ എൻഗേജ് ചെയ്തും അവർക്ക് ആ ഒരു ഫോർമാറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, ആ ഒരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ടാക്കിൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സൊല്യൂഷൻ. എനിക്ക് തോന്നുന്നു ഈ ഉപകരണങ്ങളൊക്കെ തന്നെ നമ്മളുടെ സമയം എനിക്ക് തോന്നുന്നു പെട്ടെന്ന് എല്ലാം പണി തീർക്കുന്ന തരത്തിൽ ഒരുപാട് ജോലി എളുപ്പമാക്കിയിട്ടുണ്ട്. പക്ഷെ അപ്പൊ നമുക്ക് ഒരുപാട് സമയം കിട്ടുന്നല്ലോ. അപ്പൊ ഞാൻ ഓർക്കുക, വൈഫിന്റെ അമ്മയാണെങ്കിലും കിട്ടുന്ന സമയം, ബാക്കിയുള്ള സമയം വചനം പഠിക്കുക. വയസ്സായി വചനം പഠിക്കുക. എനിക്ക് അമ്മമ്മയല്ലോ ഞാനാണ്. അമ്മ ഇനി ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കാരണം വെച്ചാല് വചനം പഠിക്കുക മാത്രല്ല, ഈ മക്കൾക്കൊക്കെ, എൻ്റെ മക്കൾക്കൊക്കെ വചനം എഴുതി, എനിക്ക് സമയമില്ല, പക്ഷെ അമ്മ എഴുതി എല്ലാവർക്കും ഓരോ വചനം, അത് അവരെ പഠിപ്പിക്കണം. അവരത് സ്കൂളിലേക്ക് കൊണ്ടുപോകുമ്പോൾ അത് കീപ്പ് ചെയ്യണം. അപ്പൊ അനീത്തിയുടെ മോൻ, ചെറിയ മോൻ, അവർക്കും കൊടുത്തിട്ടുണ്ട്. കുഞ്ഞുമോൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ക്രിസ്മസിന് ഞങ്ങൾ ഒരുമിച്ച് കൂടിയപ്പോൾ പ്രാർത്ഥന ചെയ്യുമ്പോൾ എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. 2ാം ക്ലാസ്സുകാരനാണ്. അപ്പൊ ഞങ്ങളെല്ലാവരും ഞെട്ടി. എനിക്ക് പരീക്ഷയ്ക്ക് ഒരിക്കലും 13 മേളിൽ മാർക്ക് കിട്ടാറില്ല. പക്ഷെ അമ്മച്ചി വചനം പഠിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ പരീക്ഷയ്ക്ക് മുമ്പ് ഉരുവിട്ട് ആവർത്തിച്ച് ഇത് പറഞ്ഞു. അപ്പൊ എനിക്ക് ആ കൊച്ചിന്റെ ഒരു ഫെയ്ത്തും കൂടി അമ്മ അതിൽ കൂടെ കൊടുക്കുകയാണ്. ഇതിലൂടെ എനിക്ക് ഇങ്ങനെ എൻ്റെ മാർക്ക് ഉയർത്താൻ പറ്റി. അപ്പൊ അവനും തന്നെ സ്വയം എനിക്ക് കുറച്ചുകൂടി പഠിക്കാൻ പറ്റി, അല്ലെങ്കിൽ എൻ്റെ ഒരു മടി മാറ്റാൻ പറ്റി എന്നൊക്കെ ഒരു കോൺഫിഡൻസ്. ഗൾഫിലുള്ള എൻ്റെ ഒരു സുഹൃത്ത് ഡോക്ടറുടെ ഭാര്യ പറയാണ്, ഞാൻ ഈ കഴിഞ്ഞ ഒരു വർഷം ഇത്രയധികം വചനങ്ങൾ പഠിച്ചു. അപ്പൊ സമയം ഇഷ്ടം പോലെ ഉണ്ട്, അവരുടെ എല്ലാ സംവിധാനങ്ങളും ഉണ്ടല്ലോ. പക്ഷെ സമയം ഒട്ടും കളയാതെ, അലസതയിൽ വീണുപോകാതെ ഇന്ന് അധ്വാനിക്കുന്ന, അല്ലെങ്കിൽ തമ്പുരാന്റെ രാജ്യത്തിന് വേണ്ടി, ആത്മരക്ഷയ്ക്ക് വേണ്ടി ഒരുപാട് കരുതലുകൾ എടുക്കുന്ന ആളുകളെ നമുക്ക് ചുറ്റുപാടും കാണാൻ പറ്റും. അമ്മമാർക്കൊരു ടിപ്സ് ആണെന്ന് തോന്നുന്നത്. കാരണം പണിയെടുക്കുമ്പോ ഒക്കെ നമുക്ക് കുറെ മനസ്സിങ്ങനെ പാത്രം കഴുകുമ്പോഴൊക്കെ വെറുതെ ഇങ്ങനെ ആവശ്യമില്ലാതെ ചിന്തിക്കാൻ ഇടവരാതിരിക്കാൻ വേണ്ടി ആ സമയത്തൊക്കെ വചനം ഇങ്ങനെ മനസ്സിൽ ഉരുവിട്ട് ഒരുപാട് വചനങ്ങൾ പഠിക്കുന്നു, അത് എഴുതി വെക്കും. തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞു തുടങ്ങിയ പിള്ളേരുടെ മടിയെ പറ്റി, അലസയെ പറ്റി ആണെങ്കിലും എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് അമ്മമാർ, പ്രത്യേകിച്ച് ജോലിക്ക് പോകാതെ വീട്ടിലിരിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ഇത് നല്ലൊരു ടിപ്പാണ്. കാരണം ഒത്തിരി സമയം കിട്ടുമ്പോഴാണ് നമ്മൾ കുറേ സീരിയലൊക്കെ കാണും, കുറേ നമ്മൾ കൊച്ചു വർത്തമാനങ്ങൾ പറയാൻ വേണ്ടി പോകും, കുറേ നേരം ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഞാൻ ചിലപ്പോൾ കണ്ടു വഴിയിലൊക്കെ വെച്ച് ഇച്ചിരി പ്രായമായിരുന്നു, പണ്ട് പിള്ളേരൊക്കെ ഗെയിംസൊക്കെ കളിക്കത്തുള്ളൂ മൊബൈല്. ഇപ്പോൾ 10-40 കഴിഞ്ഞ് 50 കഴിഞ്ഞവരൊക്കെ മൊബൈലിൽ ഗെയിംസ് കളിക്കുക. കാരണം ഒത്തിരി സമയമുണ്ടല്ലോ, എന്തെങ്കിലും ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് നല്ലൊരു ടിപ്പാണ്. പ്രത്യേകിച്ച് മക്കൾക്ക് മാത്രമല്ല, പ്രായമായവർക്കും
അല്ലെങ്കിൽ വീട്ടിലിരിക്കുന്നവർക്കും യാത്ര ചെയ്യുന്നവർക്കും ഇപ്പോൾ ഓഡിയോ ബൈബിൾ പോലും അവൈലബിൾ ആണ്. നമുക്ക് എന്തെങ്കിലും കേട്ടോണ്ടോ കണ്ടോണ്ടോ ഒക്കെ പഠിക്കാൻ ഒത്തിരി കാര്യങ്ങളുണ്ട്. അലസത കാരണം വചനമാണ് അലസതയ്ക്കെതിരെയുള്ള ഏറ്റവും വലിയ ആയുധവും. ഞാൻ ഈ ഡി അഡിക്ഷൻ സെന്ററിൽ ജോലി ചെയ്യുന്ന ഒരു ഡോക്ടർ കൂടിയാണ്. അപ്പോൾ ഞാൻ ധാരാളം ആളുകൾ ഈ മദ്യപാനത്തിലേക്ക് പോകുന്നതിന്റെ കാരണം ഇങ്ങനെ നോക്കിയപ്പോഴേ വേറൊന്നും ചെയ്യാനില്ല, അല്ലെങ്കിൽ റിട്ടയർ ചെയ്തിട്ടാണെങ്കിലും അങ്ങനെയൊക്കെ കുറേയധികം ആളുകൾ ഈ മദ്യത്തിന്റെ ലഹരിയിലേക്ക് വീണു പോകുന്നതിന്റെ ഒരു കാരണം ഈ ഒരു അലസത എന്ന് പറയുന്ന തിന്മ. അതിന് പലരും പറയുന്നുണ്ട്, ഞങ്ങൾക്ക് സമയത്തിന് ആരും ഇതൊന്നും പറഞ്ഞു തരാനുണ്ടായില്ല, സമയം ഉപയോഗപ്പെടുത്താൻ ഞങ്ങൾക്ക് അറിയില്ല എന്ന് പരാതിപ്പെട്ട് ജീവിതത്തെ പരാജയത്തിന്റെ പടുകുഴിയിലായിരിക്കുന്ന ചില ആൾക്കാരുണ്ട്. ഇത് ഈ രീതിയിൽ നമുക്ക് ഈ അലസതയെ ഓവർകം ചെയ്യാൻ ആളുകളെ പരിശീലിപ്പിക്കേണ്ടത്. അതുപോലെ അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ ആലോചിക്കുക, ഈ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് ഒരു ടിപ്പ് പോലെ. കാരണം എൻ്റെ മൂത്ത മകൻ ഇപ്പോൾ +2-ലാണ്. പക്ഷെ അവൻ ഈ മലയാളം എഴുതാൻ ഭയങ്കര, കുറേ ഇംഗ്ലീഷ് മീഡിയങ്ങൾ വർദ്ധിച്ചതുകൊണ്ട് കുട്ടികൾക്ക് മലയാളം എഴുതാൻ ബുദ്ധിമുട്ടാണ്. അന്ന് എൻ്റെ അമ്മ ഇവനെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചൊരു കാര്യം ഇതാണ്, ഈ വചനം എഴുതിപ്പിച്ചു. ഒരുപാട് വചനങ്ങൾ എഴുതിപ്പിച്ചു വളരെ ഫാസ്റ്റ് ആയിട്ട്. നമ്മൾ നോക്കി നിൽക്കുന്ന നിമിഷം കൊണ്ട് എൻ്റെ കുഞ്ഞിന് ഭയങ്കര മാറ്റം. ഓൾട്ടർ ബോയായി നന്നായിട്ട് ബൈബിൾ വായിക്കാനും ഒക്കെ നല്ല ഫാസ്റ്റ് ആയിട്ട്. അപ്പം പഠിക്കാൻ അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അലസത കാണിക്കുന്ന ബുദ്ധിമുട്ടുന്ന കുഞ്ഞുങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ടിപ്പാണ് വചനം എഴുതിപ്പിക്കുക, വചനം അവരെ പഠിപ്പിക്കുക എന്നുള്ളത്. ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നതെല്ലാം ഈ അലസതയുടെ ഒരു പ്രാരംഭഘട്ടമാണ്. ശരിക്കും ഇതൊന്നും അല്ലാത്തൊരവസ്ഥയുണ്ട്. കുറേ നിസ്സഹായരായ അലസരുണ്ട്. ഞാനിപ്പോൾ അങ്ങനത്തെ ബൈ നേച്ചർ അവർ അങ്ങനെ ആയിപ്പോയി. അവർ നമ്മൾ ഈ പറയുന്ന പോലെ ഇത് വാവളിയന്മാരെന്നൊക്കെ നമ്മൾ പറഞ്ഞ് കളിയാക്കുമല്ലോ. ആ അവസ്ഥയിലേക്ക് എത്തിയ പാവം കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് ദേ ആർ ഹെൽപ്ലെസ്, ലിറ്ററലി ദേ ആർ ഹെൽപ്ലെസ്. ഞാൻ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ഒക്കെ എങ്ങനെ നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ പെടുത്തി എങ്ങനെ നമുക്ക് അവർക്ക് എന്തെങ്കിലും കൊടുക്കാം? കാരണം കുറേ കുഞ്ഞുങ്ങളുണ്ട് ആ ഒരു ടൈപ്പിൽപ്പെട്ട. അച്ഛൻ ഇത്രയും പേര് ഇരുന്നിട്ട് എന്നോട് തന്നെ ചോദിച്ചത്, അത് പ്രായം കൊണ്ട് ചോദിച്ചാൽ അവിടെ ഡോക്ടറെ പെട്ടെന്ന് അറിയാമോ? വാസ്തവത്തിൽ എനിക്ക് ആ ഒരു പ്രശ്നമുണ്ട്. അതാണ് എൻ്റെ പ്രശ്നം. ഞാൻ ചോദ്യം കറക്റ്റായിട്ട് ചോദിച്ചത്, കൃത്യമായിട്ട് ചോദിച്ചു. അതുകൊണ്ട് എങ്ങനെ അത് കൃത്യമായിട്ട് കണ്ടുപിടിച്ചു എന്ന് ഞാൻ ചോദിക്കുകയായിരുന്നു. അപ്പോൾ ആ പ്രശ്നം എനിക്കുണ്ട്. അതായത് സ്വതവേ ഒരു അലസതയിലേക്ക് വരാനുള്ള ഒരു ഇത്. പക്ഷേ ഏതാണേലും പലപ്പോഴും ഞാൻ നിസ്സഹായനാണ്. ഇവിടെ ഞാനിപ്പോൾ ഏറ്റവും അവസാനമായിട്ട് ഞാൻ എത്തിയിരിക്കുന്ന കൺക്ലൂഷൻ, കാരണം ഇത് കുറേ കാലമായിട്ട് ഇതുമായിട്ട് ഗുസ്തി പിടിക്കുകയാണ്. കൺക്ലൂഷൻ എന്താണ്? ഒന്ന്, നമ്മളിത് അംഗീകരിക്കുക, എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അടുത്തത്, ഇതിനോട് ഫൈറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അല്ല, എനിക്കിങ്ങനെ ഒരു പ്രശ്നമുണ്ട്, അവിടെ ഞാൻ കിടന്നു വെച്ചാൽ ആരാ എനിക്ക് ചോറും കറി എല്ലാവരും ആരെങ്കിലും നിരത്തി വെക്കുമോ? ഇല്ലല്ലോ. ഞാൻ ജോലി ചെയ്ത് കഴിഞ്ഞാൽ ഇല്ല, അധ്വാനിക്കാത്തവൻ ഭക്ഷിക്കാതിരിക്കണം. അലസതയെ അതിജീവിച്ച് നമ്മൾ തമ്പുരാൻ്റെ കൂടി ഇരിക്കുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും പള്ളിയിൽ പോകുമ്പോഴും ഒക്കെ ആ ദിവസത്തിന് ഒരു പ്രത്യേക സന്തോഷവും ഉന്മേഷവും ഒക്കെ ഉണ്ടാകുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരു ഉത്സാഹത്തിൻ്റെ ഒരു ജീവിതം നമ്മൾ ഉറപ്പാക്കാനായിട്ട് നമുക്ക് സാധിക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നൊരു കാര്യം. നമ്മുടെ അലസതയെ പറ്റിയുള്ള ഈ ആവേശമുള്ള ചർച്ച, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു നിർത്തിയ പോലെ ഉത്സാഹമുള്ള ചർച്ചയായിരുന്നു ഇത്. ഈ ചർച്ച കുടുംബത്തിൽ വരട്ടെ, നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. കാരണം വചനം പറയുന്നുണ്ടല്ലോ, ബലവാന്മാർക്കുള്ളതാണ് സ്വർഗരാജ്യം. ഈ ബലത്തെ പറ്റിയാണ് ജോർജേട്ടൻ പറഞ്ഞുകൊണ്ടിരുന്നത്. സ്ഥിരമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ വിജയിക്കുകയോ പരാജയപ്പെടുകയോ ഒന്നും അവിടെ മാറ്റർ അല്ല. നമ്മളെ പറ്റുന്ന രീതിയിൽ തുടർച്ച. കർത്താവ് 5 ദിവസം ചോദിക്കാൻ പോകുന്ന ഒന്നും നീ എന്തോരം റിസൾട്ട് കൊണ്ടൊന്നും ചോദിക്കുന്നില്ല, പക്ഷെ നീ എന്തോരം അധ്വാനിച്ചു. ഒരു വിശുദ്ധനും പാപിയും തമ്മിലുള്ള വ്യത്യാസം എപ്പോഴും പറഞ്ഞതല്ലേ, വിശുദ്ധനും പാപിയും രണ്ടുപേരും വീണു, പക്ഷെ വിശുദ്ധൻ എഴുന്നേറ്റ് നടന്നു, പാപം അവിടെ തന്നെ കിടന്ന് ഉരുണ്ടു. അത്രേ വ്യത്യാസം വരുന്നുള്ളൂ. അതുകൊണ്ട് അലസത എന്നൊരു പാപം, ഒരു മൂലഭാവത്തിൻ്റെ എന്തെങ്കിലും കണങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ തുടർച്ചയായിട്ട് എഴുന്നേറ്റ് പോവുക, തുടർച്ചയായിട്ട് കുമ്പസാരിക്കുക. ഓരോ വിശുദ്ധ കുർബാന സ്വീകരണത്തിനും തുടർച്ചയായിട്ട് ഇതിനു വേണ്ടി കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ കൃപയ്ക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിച്ച് ഈശോയെ സ്വീകരിക്കുക, വചനത്തിൽ മുറുകെ പിടിക്കുക. കാരണം മൂലഭാവങ്ങൾക്കെതിരെ ശക്തമായിട്ട് ഫൈറ്റ് ചെയ്യണമെങ്കിൽ കൂദാശയും വചനം കൊണ്ട് മാത്രമേ ഇതിനെ നമുക്ക് പരാജയപ്പെടുത്താൻ പറ്റത്തുള്ളൂ. അതിനുമേൽ കാരണം മാനുഷികമായ എല്ലാ എഫേർട്ടുകൾക്കും ഒരു പരിധിക്കപ്പുറം, ഒരു 10%-അപ്പുറം ഒരു വിജയമില്ല. വിജയം നൽകുന്ന കർത്താവ് ഉറപ്പായിട്ടും നമ്മുടെ ചെറുതും വലുതുമായുള്ള എല്ലാ പരിശ്രമങ്ങളും വിജയിപ്പിക്കും. ആരെയെങ്കിലും എപ്പോഴെങ്കിലും ബ്രാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ അലസനാണ്, നീ മടിയനാണ്, നീ വാവോളിനാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഒന്ന് വിശുദ്ധ കുപ്രത്തിനെ പറ്റി ആലോചിക്കുന്ന നല്ലതാണ്. നാട്ടുകാരും വീട്ടുകാരും എല്ലാവരും പറഞ്ഞതാണ് ആ പാവത്തിനെ കണ്ടിട്ട്, നീ ആകാശത്തിന് കൊള്ളില്ല, നീ അലസനാ, മടിയനാ. പക്ഷെ എവിടെ അവൻ പറന്നുപോയി. കർത്താവിന് മുമ്പിൽ ഒന്ന് നടക്കാൻ തയ്യാറായാൽ, ഒരു സ്വല്പം ജോർജൻ ഒന്ന് ഓടാൻ തയ്യാറായാൽ കർത്താവ് അവനെ പറത്തും. അതാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് നമുക്ക് ഈ നിമിഷം ഒന്ന് നമ്മുടെ മക്കളെയൊക്കെ ചേർത്ത് പിടിച്ച് ഒന്ന് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിന് മൊത്തമായിട്ട് അലസതയുണ്ടെങ്കിൽ, നമ്മുടെ മക്കളിലുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഒരു നിമിഷം എല്ലാവരും ചേർന്ന് ഈശോ തിരുക്കത്തിന് മുമ്പിൽ നിന്ന് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ കുടുംബത്തെ മുഴുവനായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരുപക്ഷെ ഞങ്ങളുടെ കുടുംബം മുഴുവൻ ഒരു ചെറിയ അലസതയിലായിരിക്കും. എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പോകുന്ന അലസത കാണും, എല്ലാ ദിവസവും സമയത്ത് പ്രാർത്ഥിക്കുന്നതിൽ അലസത കാണും, അല്ലെങ്കിൽ ഓരോ തീരുമാനം എടുത്ത് കുടുംബം തന്നെ മൊത്തത്തിൽ അലസമായിട്ട് നിൽക്കുന്ന അവസ്ഥ ഉണ്ടായിരിക്കും. തമ്പുരാനെ, ആ ഒരു ബന്ധനങ്ങളൊക്കെ നീ അഴിച്ചു നൽകണമേ ഈ നിമിഷം തന്നെ.
ഞങ്ങളുടെ വ്യക്തിജീവിതത്തിലുള്ള അലസതയുടെ എല്ലാ മേഖലകളെയും തമ്പുരാനെ ഈ നിമിഷം തന്നെ നിന്റെ തിരുക്കുരിശിനാൽ മുദ്ര ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷം തന്നെ ആ മേഖലകളൊക്കെ ഒന്ന് അഴിഞ്ഞു മാറട്ടെ. നിന്റെ തിരുരക്തത്തിന്റെ സംരക്ഷണത്താൽ ഞങ്ങളുടെ മക്കളിലുള്ള ഈ മൂലഭാവത്തിന്റെ എല്ലാ വേരുകളും മുറിക്കപ്പെടട്ടെ. സ്വർഗത്തിന്റെ ശക്തമായ ചൈതന്യം ഇറങ്ങി വന്ന് ഞങ്ങളുടെ മക്കളിലും ഞങ്ങളിലുമെല്ലാം സ്ഥിരോത്സാഹത്തിന്റെ ആത്മാവ് നിറയട്ടെ. സ്ഥിരോത്സാഹത്തിന്റെ ആത്മാവിനാൽ അപ്പസ്തോലന്മാരെ പോലെ വിശുദ്ധരെ പോലെ ഓടാൻ മടുക്കാതെ യുദ്ധം ചെയ്യാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ചെറുതും വലുതുമായ എല്ലാ ചാബല്യങ്ങളുടെ മേലും അലസതയുടെ എല്ലാ നിഴലുകളുടെ മേലും തമ്പുരാനെ നിന്റെ ഉത്സാഹത്തിന്റെ ആത്മാവിനെ ഞങ്ങൾക്ക് അയച്ചു തന്ന് ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും വിജയത്തിന് തിരുത്തടുപ്പിക്കണമേ. പ്രാർത്ഥിക്കുവാൻ മടിയുള്ള, പഠിക്കുവാൻ മടിയുള്ള, ഓരോ ചെറിയ ചെറിയ പ്രവൃത്തികൾ ചെയ്യാൻ മടിയുള്ള ഞങ്ങളുടെ മക്കളുടെ എല്ലാ ചെറിയ ചെറിയ ബന്ധനങ്ങളുടെ മേലും എല്ലാ ചെറിയ ചെറിയ വീഴ്ചകളുടെ മേലും ഈ നിമിഷം തന്നെ നിന്റെ ആത്മാവ് പറന്നിറങ്ങി ഞങ്ങളുടെ മക്കൾ സ്വതന്ത്രരാകട്ടെ, അവർ വിടുതൽ അനുഭവിക്കപ്പെടട്ടെ. ഞങ്ങളുടെ കുടുംബം മുഴുവൻ ആ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്കും സ്ഥിരോത്സാഹത്തിൻ്റെ സ്വർഗം നോക്കി നടക്കുന്ന സ്ഥിരോത്സാഹത്തിൻ്റെ ചൈതന്യത്തിലേക്കും ഞങ്ങളെല്ലാവരും നടന്നു വരട്ടെ. പരിശുദ്ധ മാതാവേ, ഏറ്റവും ഉത്സാഹത്തോടെ ഓടി നടന്ന് ശുശ്രൂഷ ചെയ്ത അമ്മേ, എലിസബത്തിന്റെ അടുക്കിലേക്ക് കിലോമീറ്ററോളം ഓടിപ്പോയി ശുശ്രൂഷ ചെയ്ത അമ്മേ, മക്കളായ ഞങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഈ നിമിഷം ശക്തമായി മാധ്യസ്ഥം വഹിക്കണമേ. നമുക്കൊന്ന് ചേർന്ന് ഈശോമിശിഹായുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും സ്വർഗം മുഴുവൻ്റെയും മാധ്യസ്ഥവും സംരക്ഷണവും നമ്മോടും നമ്മുടെ കുടുംബത്തോടൊപ്പം ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മധുരമോ